Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. മനസ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാവുന്ന അവസ്ഥ, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണ പരമ്പരയാണ് ഇനി വരുന്ന മനസ വാച കർമ്മണയുടെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മനുഷ്യബന്ധങ്ങൾ ചില സന്ദർഭങ്ങളിൽ ബന്ധനങ്ങളാകാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചല്ല. കുടുംബ ബന്ധം ഒരിക്കലും ബന്ധനമല്ല. അതിനപ്പുറത്ത് എക്സ്റ്റൻഡഡ് റിലേഷൻഷിപ്സ്, അവിഹിത ബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിപ്പോൾ ഒരു കോമൺ വാക്കാണ്. അതെ, അവിഹിതമെന്ന് എല്ലാവരും അംഗീകരിക്കത്തില്ല. ചിലരുടെയൊക്കെ ദൃഷ്ടിയിൽ അത് വിഹിത ബന്ധങ്ങളാണ്. അങ്ങനെയുള്ള ചില എക്സ്ട്രാ റിലേഷൻഷിപ്സ് ബന്ധനങ്ങളായി കാലക്രമത്തിൽ മാറി അതിന് വിധേയരായവർ മാനസിക വിഭ്രാന്തിയിൽപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 3-4 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അവൾ ദിവസവും കയ്യിലെ ഞരമ്പ് മുറിക്കും. ഡെയിലി വൈകിട്ട് ബാത്റൂമിൽ കയറിയിട്ട് കൈയുടെ ഞരമ്പ് മുറിച്ചിട്ട് ആ രക്തം ഇങ്ങനെ പ്രവഹിക്കുന്നത് കണ്ട് ആസ്വദിക്കുക. എന്തുമാത്രം രക്തം ആ ശരീരത്തിൽ നിന്ന് ഓരോ ദിവസവും ഒലിച്ചു പോകുന്നു എന്ന് ആ കുട്ടി ഗവനിച്ചില്ല. അവളുടെ മുഖഭാവം മാറി, മുഖം കരിവാളിക്കാൻ തുടങ്ങി. അവസാനം അമ്മ എങ്ങനെയോ കണ്ടുപിടിച്ചു ഇവൾ ദിവസവും ബാത്റൂമിൽ കയറി കയ്യിലെ ഞരമ്പ് മുറിച്ച് രക്തം കളയുന്നുണ്ട്. ആത്മഹത്യാ ശ്രമം നടത്തുകയാണ് ഈ കുട്ടി. ഇന്നത്തെ നമ്മുടെ കുമാരന്മാർ ആദ്യം ചെയ്യുന്ന ഇതാ. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബ്ലേഡ് എടുക്കുക, മുറിച്ചിട്ട് കാണിക്കുമ്പോൾ അച്ഛനും അമ്മയും വെപ്രാളപ്പെടും. ഒയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവൻ പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കും. ഇതൊരു ശൈലിയായി വന്നിരിക്കുക ചുരുക്കം ചില വീടുകളിലെങ്കിലും. ഇപ്പോൾ ഈ കുട്ടി ഇതാ ചെയ്തത്. ഇവളോട് അവളുടെ അമ്മ ആത്മാർത്ഥമായി പറഞ്ഞു, നീ ഇതങ്ങ് നിർത്ത്, എന്താ നിൻ്റെ പ്രശ്നമെന്ന് പറ, ഞാനത് പരിഹരിച്ചു തരാൻ നോക്കാം. അവർ വിദ്യാസമ്പന്നയായ ഒരു അമ്മയാണ്, ജോലിയുള്ളൊരമ്മയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം മോളെ, എന്താണെന്ന് നീ പറ. അവൾ പറയുകയില്ല. ഗത്യന്തരമില്ലാതെ ഈ അമ്മ എന്തു ചെയ്തു, അവരും കൈമുറിക്കാൻ തുടങ്ങി. മകള് കൈമുറിക്കുന്നത് നിർത്താതെ വന്നപ്പോൾ അമ്മ വേറൊരു ബാത്റൂമിൽ കയറി വൈകിട്ട് കൈയുടെ ഞരമ്പ് മുറിക്കാൻ തുടങ്ങി. ഇത് മോൾ അറിഞ്ഞിട്ടും അവൾക്ക് ഭാവവ്യത്യാസം ഒന്നുമില്ല.
കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രക്തത്തിൻ്റെ പാട് അവിടെയും ഇവിടെയും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ ഈ പെൺകുട്ടിയുടെ അച്ഛൻ മനസ്സിലാക്കി രണ്ടുപേരും കൈമുറിക്കുന്നുണ്ടെന്നും. ഒരു അച്ഛൻ എന്ന രീതിയിൽ മകളെ ശാസിക്കാവുന്ന രീതിയിൽ ശ്വാസിച്ചു, ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഭാര്യയെ ഒതുക്കാൻ നോക്കി, പക്ഷെ ഫലമുണ്ടായില്ല. അദ്ദേഹവും കൈമുറിക്കാൻ തുടങ്ങി. സത്യമാണ് ഞാൻ ഈ പറയുന്നത്, ഏച്ചു കെട്ടി ഭംഗിവാക്കിന് പറയുന്ന ഒരു കഥയല്ല. അദ്ദേഹം നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഞാനും മുറിക്കും. അച്ഛൻ കൈമുറിക്കാൻ തുടങ്ങിയപ്പോൾ മോള് കൈമുറിപ്പ് നിർത്തിയിട്ട് ഈ കുട്ടി എൻ്റെ നമ്പർ എവിടുന്നോ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനെ എനിക്കൊന്ന് കാണണം, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാനതിന് അനുവാദം കൊടുത്തു. ആ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥയായ പെൺകുട്ടി, വീട്ടിലെ ഒരു മകളാണ്, എൻ്റെ അടുത്ത് വന്നു. കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ച് ഈ മൂല കാരണമാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേരിന് വെച്ചില്ലെങ്കിൽ പ്രയോജനമില്ലല്ലോ. അപ്പോൾ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ആത്മാർത്ഥമായ എൻ്റെ ശ്രമത്തിനിടയിൽ എൻ്റെ ഷിനോയി ഈ കുട്ടി വെട്ടിത്തുറന്ന് സത്യം പറഞ്ഞു. എൻ്റെ അച്ഛന് ഒരു അവിഹിത ബന്ധമുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചു. അന്ന് തൊട്ടാണ് ഈ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാതെ ഇനി ഈ കുടുംബത്തിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ കൈമുറിക്കാൻ തുടങ്ങിയത്. അവൾ കൈമുറിക്കുന്നത് നിർത്താൻ നോക്കിയ അമ്മ പരാജയപ്പെട്ടപ്പോൾ ഒന്നും അറിയാതെ അമ്മ കൈമുറിക്കാൻ തുടങ്ങിയത്. മകളും അമ്മയും കൈമുറിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടി അച്ഛനും മുറിച്ചു നോക്കി. അപ്പോൾ ഈ മുറിവ് എന്ന് പറയുന്നത് രക്തം പുറപ്പെടുവിക്കുന്ന ഒരു സംഭവ വികാസമാണല്ലോ. ആ രക്തം അവിടെ പ്രവർത്തിച്ചു. ഈ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു. വാസ്തവത്തിൽ ആ കുഞ്ഞിനുണ്ടായ അസ്വസ്ഥത, ഈ അച്ഛൻ്റെ ബന്ധം ഒരു ബന്ധനമായി മാറി. ഞാൻ അദ്ദേഹവുമായിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് ആ എക്സ്ട്രാ റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റുകയില്ല, നിർത്തിയാൽ ഞാൻ ഇല്ലാതെയാകും. ഒരു ബന്ധനമായി അദ്ദേഹത്തിന് ആ ബന്ധം മാറി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കുടുംബത്തിൽ മുഴുവൻ ഒരു രോഗം ബാധിച്ചു. അതിനെയാണ് ഡിപ്രഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിഷാദ രോഗം. നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? അതെ സാറേ, ഈ 40 കഴിഞ്ഞുള്ള പ്രണയം, ഇത് എനിക്ക് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത് സാറ് കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ഇപ്പം ഈ അവിഹിതം എന്ന് പറയുന്നത് കോമണാണ്. അതായത് 40 കഴിഞ്ഞിട്ടുള്ള ഒരു പ്രണയവും അതോടൊപ്പം നടക്കുന്ന ഈ അവിഹിതവും സമൂഹത്തിൽ കുറേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറേ ടോക്ക് ഷോകളും അതുമായി ബന്ധപ്പെട്ട കുറേ സംസാരങ്ങളും വിഷയങ്ങളും ഒക്കെ സമൂഹത്തിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അലയടിക്കുന്നുണ്ട്. അപ്പം ഈ 40 കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരിലും അല്ലെങ്കിൽ സ്ത്രീകളിലും ഈ പ്രണയം ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ പ്രണയം സ്ട്രോങ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഷിനോയ്ക്ക് 40 ആയോ? എനിക്ക് 40 കഴിഞ്ഞു. 40 കഴിഞ്ഞു. അപ്പോൾ പൂതി ഉണ്ടോ? പൂതി ഉണ്ടായിട്ടല്ല, നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിയണമല്ലോ. Men get naughty at the age of 40 എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിമൻ ഗെറ്റ് നോട്ടി അറ്റ് ദി ഏജ് ഓഫ് 40. ഈ 40ാമത്തെ വയസ്സെന്ന് പറഞ്ഞ ഒരു വഴിത്തിരിവാണ്. 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ പൂർവ്വ യൗവനമാണ്. എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാഗം, സുഖിക്കേണ്ട സമയമാണ് 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ. 30 തൊട്ട് 40 വരെ ഒരു വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി കുടുംബം പണിയാൻ തുടങ്ങുന്ന കാലമാണ്. മനസ്സിലായില്ലേ? 40 കഴിയുമ്പോൾ
മക്കളൊക്കെ ആയി ഇനിയും കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് അപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ആവും, ഒരുമാതിരി വരുമാനമൊക്കെ ആവും, ചിലപ്പോൾ മക്കളും എൻഗേജിലാവും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മനുഷ്യ മനസ്സിന് ചില ചാബല്യങ്ങളൊക്കെ ആ പ്രായത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകാതെ സൂക്ഷിച്ചോളൂ, അതായിരിക്കും നല്ലത്. വാസ്തവത്തിൽ ആ ചാബല്യം ആണ് വാസ്തവത്തിൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടാകാനുള്ള കാരണം. വിഷാദരോഗമുള്ള ഒരാളിനെ കണ്ടാൽ നമുക്ക് ഉടനെ തിരിച്ചറിയാം. ഞാനിപ്പോൾ ഷിനോയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. ഷിനോയുടെ മുഖത്ത് എപ്പോഴും സ്വതസിദ്ധമായ ഒരു റെഡിമെയ്ഡ് ചിരിയുണ്ട്, ഒരു പുഞ്ചിരിയുണ്ട്. വിഷാദരോഗം വന്ന ഒരാളിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ പുഞ്ചിരി കാണത്തില്ല. അയാളെ ചിരിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും തമാശകൾ പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് ചിരി ചിരിക്കത്തേ ഉള്ളൂ. ആത്മാർത്ഥമായ ചിരി ഉള്ളിൽ നിന്നും വരത്തില്ല. തന്നെയുമല്ല, ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കണം. ആ കണ്ണുകൾ ഒരിടത്തും ഫോക്കസ് ചെയ്യത്തില്ല. വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഒന്ന്, മുഖപ്രസന്നത ഇല്ല. രണ്ടാമത്തത്, ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കണം. വിടർന്ന കണ്ണുകളാണോ അത് ചത്ത മീനിൻ്റെ കണ്ണുകളാണോ ആ ആളിൻ്റെ കണ്ണുകൾ എന്ന് നോക്കുക. അങ്ങനെ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ സജീവമായ കൃഷ്ണമണികളാണ്, നൃത്തം ചവിട്ടുന്ന കൃഷ്ണമണികളാണ്, നൃത്തം ചവിട്ടുന്ന കൃഷ്ണമണികളാണ് ആ കണ്ണുകളിലുള്ളത് എങ്കിൽ ആ മനുഷ്യന് ഡിപ്രഷനില്ല. എന്നാൽ നിർജീവമായ കണ്ണുകൾ, രക്തമയമില്ലാത്ത കണ്ണുകൾ, അങ്ങനെയുള്ള കണ്ണുകൾ ഒന്നിലേക്കും സൂക്ഷിച്ചു നോക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവരുടെ ചിന്ത വേറെ എവിടെയോ ആയിരിക്കും, മനസ്സ് വേറെ എവിടെയോ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കും. വിഷാദ രോഗികളായ ആളുകൾ, അവർക്ക് ഓർമ്മശക്തി കുറവായിരിക്കും. മുടി കുറവായിരിക്കും എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, ഓർമ്മശക്തി കുറവായിരിക്കും. വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണിത്. പിന്നെ അവരെപ്പോഴും സംസാരിക്കുന്നത് ദുഃഖപര്യവസായിയായ സംഭവങ്ങളെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചുമൊക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. അത് കേൾക്കാനാണ് അവർക്കിഷ്ടം. ഒരു വിഷാദരോഗിക്ക് മറ്റൊരു വിഷാദരോഗിയെ ഇഷ്ടമാണ്. കാരണം അവനും അവളും ഞാൻ സഞ്ചരിക്കുന്ന ബോട്ടിൽ തന്നെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ വഴിയിൽ നടക്കുന്നവർ, അതെ, ഒരേ വഴിയിൽ നടക്കുന്നവർ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ ബന്ധനങ്ങളാകുമ്പോൾ നാം അറിയാതെ നാം വിഷാദ രോഗത്തിന് അടിമയാകും. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലകളെക്കുറിച്ചുള്ള വ്യാകുലതയാണ്. സംഭവിച്ച് കഴിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സയവിറക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ മനോവ്യഥ, അതാണ് വിഷാദരോഗത്തിന് കാരണം. എന്നാൽ ആസക്തി രോഗമെന്ന് പറയുന്ന രണ്ടാമതൊരു രോഗമുണ്ട്. ആ ആസക്തി രോഗമെന്ന് പറഞ്ഞാൽ തന്നെയും ബന്ധനങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ചില ബന്ധങ്ങൾ വല്ലാത്ത വഴിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആസക്തി രോഗത്തിന് അടിമയാകും. ആസക്തി എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, മദ്യം, മയക്കുമരുന്ന്, പുകവലി, പിന്നെ ആവശ്യമില്ലാത്ത അമിത ഭക്ഷണം, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, അതുപോലെയുള്ള വൈകൃതങ്ങൾ, അതെല്ലാം ആസക്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. ബന്ധനങ്ങളാകുമ്പോൾ മനുഷ്യൻ ആസക്തി രോഗത്തിനും അടിമയാകും.
സാറേ, ഈ പുതുതലമുറയോട് പോയി ഇതൊക്കെ ആസക്തി രോഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. മയക്കുമരുന്ന് അടിക്കാത്തതും മദ്യം കഴിക്കാത്തതും അമിതമായ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കാത്തതും ചില ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായ യുവതലമുറയാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത്. യുവതലമുറയോട് ഇത് തുറന്നു പറയാൻ മടിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ ആ നിലപാടാണ് യുവതലമുറയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. മുഖത്ത് നോക്കി തുറന്നു പറയാൻ പഠിക്കണം. മക്കളോടായാലും അയലത്തുകാരോടായാലും കുമാരന്മാരോടായിരുന്നാലും ശരി, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് സമർത്ഥിച്ച് മനസ്സിലാക്കാൻ എനിക്കും ഷിനോയ്ക്കും കരുത്തുണ്ട് എങ്കിൽ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ്. ഇല്ല എങ്കിൽ അവർ കാണിക്കുന്നതിനെല്ലാം അനുവാദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ഈ പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാകുന്നത്, ആസക്തി രോഗവും ഉണ്ടാകുന്നത്. സാറേ, ഈ പൊതുസമൂഹത്തിൽ അല്ലെ പൊതു ഫംഗ്ഷനിൽ പറയാൻ പോലും ആൾക്കാർ മടിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണലി പോയി പറഞ്ഞാലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? നാട്ടിലെ ഇപ്പോൾ വാർത്തകൾ സാറ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയോട് പോയി ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇതൊരു ആസക്തിയാണ്, ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കൊരിക്കലും എങ്ങനെയും പ്രതികരിച്ചു കൊള്ളട്ടെ. അത് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. അത് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർക്കും സാഹിത്യകാരന്മാർക്കും അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടാവണം. ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഈ വൈകൃതങ്ങളൊന്നും കണ്ടില്ലല്ലോ. അത് പറയാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബന്ധങ്ങൾ ബന്ധനങ്ങളാകുമ്പോൾ ഒന്നുകിൽ വിഷാദരോഗം അല്ലെങ്കിൽ ആസക്തി രോഗം. ആസക്തിക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. ആന്തരിക അവയവങ്ങൾ, ലിവറ്, ശ്വാസകോശം, ഇതുപോലെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാരകമായ രോഗത്തിലേക്ക് നമ്മളെ നയിക്കും. ആസക്തി ഒരിക്കലും എന്തും അധികമായാൽ അമൃതമായാലും വിഷമാണ്. നാം കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ